ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നും ഒരു ചെറിയൊരു വ്ളോഗാണ്. വീട്ടിൽ നിന്നാണ് ഇൻട്രോ, കാരണം ഏച്ചി വീട്ടിലേക്ക് തന്നെ വന്നു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോവുകയാണ്. അതെ, ഞാൻ വെറുതെ ഇരിക്കായിരുന്നു വീട്ടിൽ, അല്ല ബിസി ആയിരുന്നു. അപ്പോൾ ഏച്ചി പിടിച്ചു വെച്ചുകൊണ്ട് പോയി. അതെ അതെ, അത് പറയാനാ വന്നത്. ഇങ്ങോട്ടാണ് വിളിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോ വഴിക്ക് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു. ആ തക്കട് പറയും, ഹായ് പറയും. ആൻറ്റി ആണെന്ന് പറയും. അതെങ്ങനെ പറയാ? കണ്ടോ കൊട? ഈ കൊടയിൽ എന്തായാലും ഞാൻ കയറില്ല, പക്ഷെ ആ കൊടേൻ്റെ ഉടമസ്ഥ അതാ പോകുന്നു. ആ 2 പേർ ഇല്ലിയും കൂടി കാണിക്കട്ടെ. യേശമ്മ എങ്ങോട്ടാ? ഞങ്ങൾ ടൗണിലോട്ട്. എന്തിന്? എന്തോ ഒരു കുന്ത വാങ്ങാണ്ട്. അതാണ് ഇത്ര വലിയ ലിസ്റ്റ് ഉണ്ട്. അതെ, പക്ഷെ ഇതെന്താ എഴുതിയത്? ബാറ്ററി വാങ്ങണോ? കുറച്ച് വെയിറ്റ് ഉണ്ട്. എനിക്ക് നിങ്ങളെ മോളെ കാര്യം ഒന്നും അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല. അനക്ക് എന്തിനാ ഇവിടെ നടന്നോട്ടെ? നമുക്ക് ഒറ്റയ്ക്ക് നടക്കണം. അവിടെ തട്ടി പിന്നെയും വേദനിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മരങ്ങൾ, ബിൽഡിംഗ്, ഗൈസ്, ശ്മശാനം ബാക്കിൽ ഒരുപാട് ആൾക്കാർ ഉറങ്ങുകയാണ്. ഇതോ കേട്ടോ, ഇതേതോ ലോകത്താണോ? പറയൂ. എന്താ ഞാൻ പറയേണ്ടത് താങ്കളോട്? ഞങ്ങൾ ടൗണിൽ പോകുന്നതിനെ പറ്റിയാണോ നമ്മൾ പറയുന്നത്? അതെ അതെ അതെ, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതിന്റെ മുന്നേ ചെലവിന്റെ കാര്യം ചെലവ് മറ്റേ ഇതുണ്ടെന്ന് പറഞ്ഞു കേട്ടോ, മസാല ദോശ ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. എവിടെയോ കേട്ടിരിക്കല്ലേ, ഇവള് പറഞ്ഞിട്ടുണ്ട്, വായ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മസാല ദോശ കഴിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. കഴിക്കും. ഏച്ചിന്റെ വക നോട്ട് പാടുണ്ടല്ലോ തലയിലൊക്കെ. ഞങ്ങൾ അങ്ങനെയാ, ഞങ്ങൾ ഫേസിലല്ലേ. ഒന്ന് പിടിച്ചൂടാ എനിക്ക്. ക്യാമറമാൻ മാറി. അതിന്റെ ചില വശപിശക്കൊക്കെ ഉണ്ടാകും ഈ സ്ക്രീനില് കേട്ടോ. അതൊന്നും നിങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട. ഓ വലിയ മറ്റേ ക്യാമറമാനാ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ വെക്കാൻ അറിയുള്ളേ. ആയിഷ്, നമ്മൾക്ക് ആയിഷ് എന്ന് പറഞ്ഞ് മതിയാവുന്നില്ല. അപ്പൊ നമ്മള് മിത്രങ്ങളാണ്, കണ്ടില്ലേ? അതെ, ഇടയ്ക്ക് ശത്രുക്കളും ഇടയ്ക്ക് മിത്രങ്ങളുമാണ്. കൂടുതൽ ശത്രുക്കളായിരിക്കും. അതെ, ഓക്കെ. എന്നോട് പറഞ്ഞിട്ട് ആ വേർഡ് മാത്രം പറയട്ടെ. കുറെ നേരായി. തക്കുടൂനെ എടുക്കണം. തക്കുടു നമ്മൾ രണ്ടാളും. നിങ്ങൾ 2 പേരും മതി. അടിച്ചാളെ സൂപ്പർ. കണിമക പ്രായത്തിൽ ഗൈസ് ഇതേതാ സ്ഥലം? പാളയം തളി ടെമ്പിൾ സൈഡിലൂടെ പോവുകയാണ്. അതെ, മകൾ ഉറങ്ങി. ചോട്ടോറി, മുല്ലപ്പൂ, മല്ലിപ്പൂ. എൻ്റെ അവസ്ഥ നോക്കൂ. എന്നെ സദാജി എങ്ങനെ കൊണ്ട് നടന്നത് അറിയോ ചേച്ചിയെ? എൻ്റെ സദാജി മണ്ണിൽ പോലും ഇങ്ങനെ കാലുവെക്കാൻ സമ്മതിക്കൂലായിരുന്നു. ബൈക്കിൽ തന്നെ കാലി വെക്കുന്ന ആകാശത്താണ്. അല്ല, അങ്ങനെ കൊണ്ട് നോക്കിയതാണ് എന്നെ. ഇപ്പൊ നോക്ക്, സഞ്ചിയൊക്കെ തൂക്കി ഇങ്ങനെ നടന്ന് ബസ്സും വിളിച്ച് ഓട്ടോ വിളിച്ച് ചേച്ചിയുടെ കൂടെ. ഭയങ്കര ചേച്ചി ഇപ്പം കുഴപ്പമില്ല, ഇങ്ങനെ നടക്കന്നെയായിരുന്നു. പക്ഷെ എൻ്റെ ഒരവസ്ഥ 7 കുറ്റാണ് ഗൈസ് പറയുന്നത്. പറയുന്നത് നല്ലതൊരു ഈ തിരുനാവെന്ന് വരാറില്ല, ശ്രദ്ധിച്ചിരിക്കുന്നത്. നല്ല നായിക്ക് പറയാമെന്നല്ലോ. ചേച്ചി ത്രെഡ് ചെയ്തു. ബ്യൂട്ടീഷ്യൻ ഇവളാണ് ബ്ലേഡ് കൊണ്ട് 1 രൂപ ചെലവില്ലാതെ. അതാണ്, പൈസ കൊടുത്തുള്ള പരിപാടിയൊന്നുമില്ല. പൈസ ഞാൻ ഇറക്കൂല. അതെ, നല്ല ഭംഗിയാണ്. പൊറോട്ടയും അപ്പോൾ കറിയൊക്കെ കൊടുക്കായിരുന്നു. ഞാൻ വിചാരിച്ചു ഗൈസ് ചട്നി, സാമ്പാർ, വട, പഴപ്പൊരി. 3 കിലോ 100 രൂപ. റഷോട് റഷ് ഗൈസ്. കോലം കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടാവും. ഗൈസ്
ബാഗ് വേണ്ടെന്ന് എന്നോട് ചോദിച്ചു. കാരണം ഈ പെട്ട ബാഗിൽ ആ മനോഹരം കണ്ടാൽ ആരായാലും ചോദിക്കും. പരിതാപകരം. ബാഗ് വേണ്ടേ? ഓർമ്മ ഉണ്ടോ? പരിതാപകരം. അതേ സ്ഥലത്തുനിന്ന് ഞാൻ പറഞ്ഞു കണ്ടില്ലേ, കർമ്മ നമ്മൾ തക്കുട് കണ്ടില്ലേ, ചായ ഒന്നും കുടിക്കാതെ. കാരണം നമ്മളൊക്കെ കഴിച്ച് ഇറങ്ങുന്ന വരെ ഉറങ്ങും, ഇറങ്ങി കഴിയുമ്പോഴൊക്കെ എണീക്കാം. SM സ്ട്രീറ്റിൻ്റെ ഫ്രണ്ടിലാണ്. സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ഞങ്ങളെ സ്ഥിരമായിട്ട് പുറത്താക്കി. ഇനി മറ്റേ SM സ്ട്രീറ്റിൽ കയറണ്ട എന്ന് അവിടുത്തെ ആളുകൾ ഞങ്ങളോട് പറഞ്ഞു. ഇനി ഞങ്ങൾ കയറുന്നില്ല. ഇന്ന് കയറില്ല, ഇനി കയറില്ല, നാളെ കയറും. അതെ, ആൾക്കാർക്ക് പരിചയമുണ്ട്. ഇനി ഏത് പരിപാടി? ഇനി വല്ല പരിപാടികളൊന്നും ഇല്ല. വീട്ടിൽ പോയി കറിയൊക്കെ ഉണ്ടാക്കണ്ടാവും അല്ലേ? എന്നും കറീനെ പറ്റി ഓർമ്മപ്പെടുത്തും. അതെ, എൻ്റെ സ്പെഷ്യൽ വിഭവമായ പരിപ്പും കർമ്മൂസക്കറിയും വേണമെന്ന് ചോദിക്കുന്നില്ലേ? വേണമെന്ന് നമുക്ക് ചോദിക്കുന്നില്ലേ? പച്ചക്കറി പറ്റൂലല്ലോ. നമുക്ക് ബീഫ്, ചിക്കൻ, മട്ടൺ തുടങ്ങിയവ എക്സെട്ര എക്സെട്ര ആണ്. പിന്നെ ഗൈസ്, ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാലും ഒരു തന്നെയാണ്. വെറുതെ കണ്ടോ, കുഴപ്പമൊന്നുമില്ല. അതെ, അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഷെയർ അത്ര ചെയ്യണം, അതിന് മാത്രമേ വീഡിയോ ഒന്നുമില്ല. ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ല, ഇനിയുണ്ട് കുറച്ചുകൂടെ. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം വിചാരിച്ചായിരുന്നു. ഞങ്ങളുടെ റൂട്ട് കുറച്ചുകൂടി അങ്ങ് മാറ്റി. അതുകൊണ്ട് നമുക്ക് വീണ്ടും വീഡിയോ കാണാം. അതെ, നിങ്ങൾ ഷെയർ ചെയ്തോളും. ചെയ്തിട്ടിരിക്കും. ഇവിടെ വർക്കൗട്ടൊക്കെ ചേച്ചിക്കൊക്കെ ഇവിടെ വന്നിട്ട് ശരീരം അനക്കിക്കൂടെ? ഇതെവിടെയൊക്കെ കണ്ടില്ലേ? ഇവിടെയൊക്കെ വന്നിട്ട് അനങ്ങല. പിന്നെ ഇത് അനങ്ങാണ്ട് അനങ്ങാൻ പറയരുത്. ഇപ്പൊ നടക്കുന്ന അനങ്ങുന്നല്ലേ? നടത്തൊക്കെ ഉണ്ട്, നടത്തത്തിനൊക്കെ നമ്മൾ തിന്നുന്നുണ്ട്. പിന്നെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യാം. അങ്ങനെ നോക്കുന്നുണ്ട്, നമ്മളെ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് വ്ളോഗേഴ്സ്. ഭയങ്കര വ്ളോഗേഴ്സ് ആണല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയാലേ പരിസരബോധം സാരമില്ല. ആൾക്കാർ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ അതൊന്നുമില്ല. നമ്മൾ നമ്മളെ തന്നെ നോക്കിയാൽ മതി. അതെ, തറവാട്. അതെ, നമ്മളന്ന് വാലന്റൈൻസ് ഡേൻ്റെ ഒന്നല്ല ഇങ്ങോട്ട് വന്നത്. അതെ അതെ, വീട് ഇന്നും ഈ ഷോളൊന്നും ഇങ്ങനെ ഇട്ട് തരാം. ഓക്കെ, അസിസ്റ്റൻറ്റ് പറഞ്ഞില്ല. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്, നീ വെറും SLC 10ാം ക്ലാസ്. അല്ലട്ടോ, നിങ്ങൾ കാര്യമാക്കരുതേ. ആക്ച്വലി ഞാൻ BCom ആണ്, ഫസ്റ്റ് ക്ലാസ് ആണ്. ദിസ് ഇസ് ടീച്ചർ, ടീച്ചറാണ്, മലയാളം അധ്യാപികയാണ്. എന്നെ എല്ലാവരും ടീച്ചർ എന്ന് വിളിച്ചാൽ മതി. എനിക്ക് അതാണ് ഇഷ്ടം. ഇതിനെ വ്ളോഗേഴ്സ് എന്ന് വിളിച്ചാൽ അതിന് വ്ളോഗ്സ്. ഇതിനെ വ്ളോഗറിന്റെ കൂടെ നടക്കുന്ന ടീച്ചർ വേറെ പണിയൊന്നുമില്ലേ? അല്ല, പണിയില്ലാത്തതുകൊണ്ടാണല്ലോ കൂടെ. സംഭവം വെച്ചാൽ യൂട്യൂബിൽ എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങാൻ വേണ്ടി നടക്കാണ്. തക്കുടു ഹായ് പറയും. പിന്നെ 2 ഡേയ്സിൽ വേറൊരു കഥാപാത്രം കൂടെ നമ്മുടെ വ്ളോഗിൽ വരുന്നതായിരിക്കും അല്ലേ? ആരായിരിക്കും? നോ 2 ദിവസത്തില് ആരൊക്കെ വരുന്നത്? നമ്മുടെ സന്തത സഹചാരിയും പ്രിയനുമായ അതെ സദാ എന്ന് പറയുന്ന ഇവരുടെ അതെ ഭർത്താവിനെന്തോ ഒരു മ്യൂണ്ട് അവിടെ. അല്ല, അത് സ്റ്റൈലാക്കിയതാണ്. ചേച്ചിയുടെ അടുത്തല്ല അങ്ങനെ ഭയങ്കര എന്താ പറയാ ഡയലോഗ് ഇങ്ങനെ വരുന്നത്. ഡയലോഗ് എഴുതുന്ന ഞാനാ. അതെ, രചയിതാവ്, ഡയലോഗ് മാസ്റ്റർ ഞാനാണ്. അതൊക്കെ എൻ്റെ വ്ളോഗിൽ കൊണ്ട് തള്ളും. പാവന്റെ വ്ളോഗ് തള്ളാൻ നിന്റെ വ്ളോഗത്തെ വേസ്റ്റ് പിന്നോ എന്തൊന്നാണ്ട് പറയുന്നത്. അത്രയ്ക്ക് ഉണ്ട് വ്ളോഗിന്റെ അഭിമാനം. നിങ്ങളാരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ, മൊത്തം പിന്നുകളാ. സമയം ഇപ്പോൾ ജസ്റ്റ് 6:30 കഴിഞ്ഞിട്ടുണ്ട്. സമയം എത്ര ചേച്ചിയെ? 6:30. മടക്കാത്ത വാച്ച് അതിട്ട് താങ്ങിയതാണ്. ഒക്കെ അറിയാം. എൻ്റെ വാച്ച് വെറുതെ ഒരു ഡമ്മിക്ക് വെച്ചതാണെന്ന്. അതെ, എന്നെ ഒന്ന് കളിയാക്കുന്ന രൂപത്തിൽ അവൾ സംസാരിച്ചപ്പോൾ
ഞാൻ കറക്റ്റ് അങ്ങോട്ട് ബാറ്ററി മാറ്റിയാൽ മതി, പക്ഷെ അത് മാറ്റില്ല. ഞങ്ങൾ അപ്പം ഇവിടെ നാളെ അതെ ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്. ഇനി കറങ്ങി തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. അതുവരെ നമ്മളെ കാത്തിരിക്കുക. ഈ വീഡിയോ എന്നൊക്കെ ഈ വീഡിയോ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് വെരി മച്ച്. കണ്ട ഈ വളവിൻ്റെ ഇവിടെ വണ്ടി വരുന്നുണ്ട്. സീബ്ര ലൈൻ ഇവിടെയാണ് കൊടുത്തത്. സംഭവം എന്താ വെച്ചാൽ ഇവിടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് വരുന്ന വണ്ടികൾ നേരെ നമ്മളെ നെഞ്ചത്താണ് വളഞ്ഞു വരുന്നതില്ലേ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് ഈ ഏട്ടൻ്റെ കൂടെ പോകാം. ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ആയില്ല. ഇനിയും കുറച്ച് കാര്യങ്ങൾ, കാരണം ഓട്ടോ അങ്ങോട്ട് പോകുന്നില്ല പോലും. നമ്മോട് നടന്നോളം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അതെ, നിങ്ങൾക്ക് ഞങ്ങളെ കാണാനുള്ള ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് എന്നെ പുതുവഴികൾ അറിയാത്ത, എന്താ പറയാ, അല്ല അറിയുന്ന എല്ലാ വഴികളും അറിയുന്ന ഒരേ ഒരു വ്യക്തി ഇരിക്കുന്നത് ഞാനാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിക്കണം. എവിടെ കൊണ്ടിട്ടാലും തിരിച്ചു വരും, എത്തും. അതാണ് ഞാൻ. കോഴിക്കോടിലുള്ള ആരെങ്കിലും ഏച്ചിന്റെ കൂടെ പോയാൽ ഞാനും ആർക്കെങ്കിലും ഞങ്ങളെ ഊടുവഴി പഠിപ്പിച്ചു തരണമെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തത് അതുപോലെ അഡ്രസ്സിൽ മെയിൽ ചെയ്യുക. മെയിൽ ഐ ഡി താഴെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഏച്ചിന്റെ ഫോൺ നമ്പറും കൊടുക്കുന്നതായിരിക്കും. വാട്സപ്പ് ചെയ്യുക. അങ്ങനെ ഊടുവഴി ആരും പഠിക്കാൻ വാട്സപ്പ് നമ്പറേ നിന്റെ നമ്പർ കൂടെ ഇല്ല. അത് ശരി, സ്വന്തം കാര്യം സിന്ദാബാദ്, ആരാണ്ട കാര്യം ഔട്ട്. ലൈം ടൈം ഗൈസ്. വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം പുറത്തുനിന്ന് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നില്ല. പുറത്തുള്ള ക്രൗഡും സൗണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.